നിങ്ങളിൽ പലരും ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഗാന്ധിജിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഏടാണ് ഞാൻ ഇന്ന് ഈ മോർണിംഗ് ഷോയിൽ സുഭാഷിതമായി അവതരിപ്പിക്കുന്നത്. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ വളരെ ശാഠ്യക്കാരനായിരുന്നു ഗാന്ധിജി. സ്വരാജിൻ്റെ ശക്തനായ വക്താവായ ബാലഗംഗാധര തിലക് ഒരു യോഗത്തിൽ അരമണിക്കൂർ വൈകിയെത്തിയപ്പോൾ അക്ഷമനായി ഗാന്ധിജി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയായി: സ്വരാജ് അരമണിക്കൂർ താമസിച്ചേ കിട്ടൂ. ചമ്പാരനിലെ കോടതിയിൽ ഗാന്ധിജിക്കെതിരെ കേസ് നടക്കുന്ന വേളയിൽ 11 മണിക്കാണ് കോടതിയിൽ എത്തേണ്ടതെങ്കിലും 10 മണിക്ക് തന്നെ ഗാന്ധിജി കുതിരവണ്ടി ഏർപ്പാട് ചെയ്തു. എന്തിനാണ് ഇത്ര നേരത്തെ വണ്ടി വിളിക്കുന്നതെന്ന് സുഹൃത്തുക്കളും മറ്റുള്ളവരും ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞത് ഇങ്ങനെ: 10 മണിക്ക് വണ്ടി വന്നില്ലെങ്കിൽ കാൽനടയായി കോടതിയിലെത്താൻ അത്രയും സമയം എനിക്ക് വേണ്ടി വരും. അതുകൊണ്ടൊരു അഡ്വാൻസ് മുൻകരുതൽ എന്നതിൻ്റെ ഭാഗമായിട്ടാണ് 10 മണിക്ക് തന്നെ കുതിരവണ്ടി വിളിച്ചത്. ജീവിതത്തിൽ ഒരു നിമിഷം പോലും പാഴാക്കി കളയാൻ ഗാന്ധിജിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കൃത്യനിഷ്ഠ ശീലിച്ചവർക്ക് മാത്രമേ ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാകുകയുള്ളൂ എന്നാണ് പൊതുവെയുള്ളൊരു ചിന്ത. പരമാവധി സമയം പാലിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഏഷ്യാനെറ്റ് ചെയർമാനായിരുന്ന ഡോക്ടർ രജി മേനനുമായി എനിക്ക് വളരെ അപൂർവമായൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ സമയത്ത് 10 മണിക്ക് കാണാൻ പറഞ്ഞു. ഞാൻ 10 മണിയായപ്പോഴത്തേന് കുളിയും ദേവാരമൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. എത്തുമ്പോഴേക്കും 10:30 മണിയായി. ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിക്ക് മുന്നിൽ ചെല്ലുമ്പോൾ ഡോക്ടർ എം കെ മുനീർ അദ്ദേഹത്തിൻ്റെ മുറിക്കുള്ളിലുണ്ട്. ഞാൻ വിചാരിച്ചു എം കെ മുനീർ കഴിയുമ്പോൾ എൻ്റെ ഊഴമാകും. ഞാൻ കാത്തവിടെ ഇരുന്നു. ഒരു 10:45 ആയപ്പോൾ ഡോക്ടർ എം കെ മുനീർ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ഞാൻ ഉടനെ എഴുന്നേറ്റു. എൻ്റെ ഊഴമായല്ലോ. ഡോക്ടർ രജിമോനും അതിൻ്റെ പിന്നാലെ ഇറങ്ങി പുറത്തേക്ക് പോയി. ഞാൻ വിചാരിച്ചു എന്നെ കണ്ടില്ലായിരിക്കും. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. ഞാനിവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എപ്പോൾ? ഞാൻ പറഞ്ഞു ഒരു 10:15 10:30 എന്നൊക്കെ പറഞ്ഞു. ഞാൻ 10 മണിക്കാണ് താങ്കളോട് വരാൻ പറഞ്ഞത്. അത് കഴിഞ്ഞാണ് ഞാൻ ഡോക്ടർ എം കെ മുനീറിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തിരുന്നത്. അദ്ദേഹം സമയത്ത് വന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടു. എനിക്കിനി വേറെ പരിപാടികളുണ്ട് ഈ സമയത്ത്. വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം ഫോർ യു? മൈ ടൈം ഈസ് വെരി പ്രഷ്യസ് മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ എന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. ഞാൻ എൻ്റെ വിലപ്പെട്ട സമയം എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടി പാഴാക്കി കളയുന്നത് എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു. ഇടിമുഴക്കം പോലെ ആ ചോദ്യം ഇപ്പോഴും എൻ്റെ തലച്ചോറിലുണ്ട്. അതുകൊണ്ട് പരമാവധി സമയം പാലിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പരമാവധി സമയം, ലോകത്തെ ഏറ്റവും വിലപ്പെട്ട സാധനം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമുള്ളത് സമയമാണ്. ടൈം ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഇൻ ദ വേൾഡ്. അത് മറക്കാതിരിക്കാൻ നമുക്ക് പരമാവധി നമ്മൾ സമയക്രമം പാലിക്കുക. നമ്മൾ റോഡിൽ തിരക്കായിരുന്നു, ബ്ലോക്കിൽ പെട്ടുപോയി, അങ്ങനെ 100,000 കാരണങ്ങൾ മലയാളി പലപ്പോഴും നിരത്താറുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ഈ സമയം പാലിക്കുന്നതിൽ, സമയം സംരക്ഷിക്കുന്നതിൽ നമ്മൾ കാരണങ്ങളായി പറയാൻ പാടില്ല. അതൊക്കെ മുടന്ന ന്യായമാണ്. അപ്പോൾ എല്ലാവരും സമയത്തെക്കുറിച്ച് ബോധവാനാകണം. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോകുന്ന സമയം പിന്നീട് ഒരിക്കലും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട സാധനം സമയം തന്നെയാണ്. സമയമാണെല്ലാം. സമയതീരത്തിന് ബന്ധനമില്ലാതെ ഒരിക്കൽ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും.